ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഇത് സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ദാഹത്തിനും പറ്റുന്നതാണ്, അതുപോലെ തന്നെ വിശപ്പിനും രണ്ടിനും ചേർന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ മിൽക്ക് ഷേക്കിൻ്റെയും പായസവും മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഞാൻ ഇതുപോലെ വേറൊരു ചാനലിൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴേ എനിക്ക് അത്ര തൃപ്തിയായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിൽ എൻ്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തതാണ്. അതുകൂടാണ്ട് ഇതിൽ തായ്ലൻഡ് സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിത് ഇതുപോലെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതിനുശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്ക്, അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ 100 ഗ്രാം ചവ്വരി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ സമയം വേണമെങ്കിൽ കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തെടുക്കാണ്ട് തന്നെ ഡയറക്റ്റായിട്ടും വേവിപ്പിച്ചെടുക്കാം. നമ്മൾ കുതിർക്കാണ്ട് വേവിപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതിനെന്ന് വെച്ചാൽ ഞാനിവിടെ തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഞാനിത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഏകദേശം അര ഗ്ലാസ് 1-ാം പാലും 1.5 ഗ്ലാസ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഇത് മധുരത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചാനലിൽ ഞാൻ കണ്ടതിൽ മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലമാണ് യൂസ് ചെയ്തതിന് ശർക്കര. നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമില്ലെങ്കിൽ ഷുഗർ ചേർത്തിട്ടും ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ ഷുഗറും കുറച്ച് ശർക്കരയും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാറ്റങ്ങൾ വരുത്താം. അതുകൂടാണ്ട് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് ഓരോന്നായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ച് ചവ്വരി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഏകദേശം കുറച്ച് ടൈം കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് കുതിർത്തെടുത്തതല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും, ടൈമൊന്നും എടുക്കൂല. അപ്പോൾ ഞാനിവിടെ സാബൂനരി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ ഈ സാബൂനരി നമ്മൾ എടുത്തതിൻ്റെ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി ഞാൻ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് സ്റ്റാർച്ച് ഒരുപാട് ഒട്ടിപ്പിടിക്കും അത് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് അത് ഓരോ ഗ്രെയിൻ പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് വേവിപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറച്ച് സമയമായി, ഒരു ഏകദേശം 6 മിനിറ്റോളമായി ഇത് വേവിപ്പിച്ചെടുക്കുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നതാണ്. അപ്പം ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലൊന്നും ഷുഗറിൻ്റെ ആ ഒരു മധുരം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളത് ഡയറക്റ്റായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് കുറവ് പോലെയുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ ചേർക്കാം, വളരെ കുറച്ച് മതി, 1 ടീസ്പൂൺ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് വേണ്ടി നമ്മളൊരു മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ച് 2-ാം പാല്, തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലാണ് ഇത്. ഏകദേശം 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും. ഇത് ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഫ്രഷ് തേങ്ങാപ്പാലെല്ലാം ഉപയോഗിക്കുന്നത്, നമ്മൾ പൗഡർ അതുപോലെ ഉപയോഗിക്കുന്നെങ്കിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പൊടിയെടുത്തിട്ട് അതിലേക്ക് ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ 1-ാം പാൽ എടുക്കണമെങ്കിൽ ഏകദേശം 3 ടേബിൾ സ്പൂണിൽ തന്നെ പൊടിയെടുത്തിട്ട് അതിൽ കുറച്ച് അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഞാൻ ഈ ഒരു അളവിൽ വെല്ലം ചേർത്ത് കൊടുക്കും, ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര വേണ്ടെങ്കിൽ വെറും ഷുഗർ മാത്രം ചേർത്തിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ശർക്കര മാത്രം ചേർത്തിട്ടും ചെയ്യുക, ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാനിതിപ്പോൾ 2 മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ശർക്കരയും അതുപോലെ ഷുഗറും 2 മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന ശർക്കര ഇതിപ്പോൾ നല്ല ശർക്കരയാണ്. ഇതിൽ കല്ലോ അല്ലെ ഇതെന്തെങ്കിലും മോശം ഇതൊന്നുമില്ല, നല്ല ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റായിട്ട് ചെയ്ത് തന്നെ ചേർക്കുന്നത്. നിങ്ങളതിൽ ശർക്കരയിൽ കല്ലെല്ലാം ഇല്ല ശർക്കരയാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലൊന്നിച്ച് തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. അടുത്തത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലല്ലേ, തേങ്ങാപ്പാൽ ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും, അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം. നന്നായിട്ട് തിളക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിപ്പോൾ തിളച്ച് കുറച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇഷ്ടമുള്ളത് ചേർക്കാം. പക്ഷെ മൈദയാകുമ്പോൾ
ആ ഒരു മൈദേൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോലെ ഉണ്ടാവും. കോൺഫ്ലോറാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നോർമലായിട്ട് ആ ഒരു തായ്ലൻഡ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്നില്ല. ഞാൻ ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ ചെയ്തതാണ്. അതിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് അതുപോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ട്രൈ ചെയ്തപ്പോഴും ഒരുപാട് വെള്ളം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ അതിൽ ചെറിയ മാറ്റം വരുത്തിയതാണ്. ഇത് നന്നായിട്ട് തിളക്കുന്ന സമയം നമ്മളിവിടെ ഓൾറെഡി ഇതുപോലെ ചവര് വേവിപ്പിച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മതി. ബാക്കി നമ്മൾ ഇവിടെ മാറ്റി വെച്ചത് 3 ഭാഗമാക്കി മാറ്റിയിട്ട് ഇതിൽ കളർ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കളർ മിക്സ് ചെയ്യേണ്ട. നമ്മൾ നോർമലായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ കളർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിത് ഒരു നല്ല കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവണമെങ്കിൽ നമ്മളിപ്പോൾ കളർ മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പം ഞാനിവിടെ കളർ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. പക്ഷേ കളർ നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കളർ ചേർക്കേണ്ട. അത് വളരെ ഹെൽത്തിന് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ 3 ഇതിലും കുറച്ച് കളർ ചേർക്കാം. നിങ്ങളിത് ഓരോ ചെറിയ പാത്രത്തിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കളർ മിക്സ് ചെയ്താലും മതി. പക്ഷെ ഞാനിത് ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഒരു സൈഡിൽ കുറച്ചൊരു പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. മെറൂൺ പിങ്ക് അതുപോലെ ഇല്ലൊരു കളർ, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം. അടുത്ത സൈഡിൽ ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് യെല്ലോ കളറാണ്. നമുക്കിത് ഓരോന്നായിട്ട് ഓരോ സൈഡ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. ഓരോ സൈഡ് മാത്രം ഫസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കൂടുതൽ കളർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ലൈറ്റായിട്ട് ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മൂന്ന് കളറായി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വെനില എസൻസോ അല്ലെങ്കിൽ വേറെ റോസ് വാട്ടറോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഏത് ഫ്ലേവറോ ഇഷ്ടം അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും വെനില അതുപോലെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീമെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അതുപോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിന് നമ്മൾക്ക് വ്യത്യസ്തമായിട്ടൊരു ഫ്ലേവർ കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസമായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ സ്കോച്ച് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതാണ്. പക്ഷെ എന്നാൽ നോർമലായിട്ട് നമ്മൾ വനീലയാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം. നിങ്ങൾക്ക് ഇതൊന്നും എസൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഏലക്കായ് പൗഡറും ഒരു നുള്ളിട്ട് കൊടുത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പായസം കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്കിതിൽ കോൺഫ്ലോർ കലക്കി ഒഴിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലോർ വേണ്ടെങ്കിൽ മൈദ എടുക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം. ഞാനിതിപ്പം ഇത് മിക്സ് ചെയ്തിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടിയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു തിക്കിലുണ്ടായ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് 1-ാം പാൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. പക്ഷെ ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കിതിൽ മധുരം കുറവാണ്. ഞാനിതിൽ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നിച്ച് ഞാനിവിടെ ഒരു നുള്ളുപ്പ്, വളരെ കുറച്ച് മാത്രം മതി. നമ്മളിപ്പോൾ ആ ഷുഗർ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോഴാണ് നമ്മൾ ഒരു നുള്ളുപ്പിട്ടിട്ടൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ നല്ല മധുരം തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലാസ്റ്റ് ഇതിൽ 1-ാം പാൽ ചേർക്കണം. 1-ാം പാൽ ചേർത്തിട്ട് നമ്മൾ കൂടുതൽ തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം ഓഫാക്കാം. ഞാനത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടിയിലെ പാൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ലൈറ്റായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിള വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് ഓഫാക്കാം. കൂടുതൽ തിളച്ച് വരണ്ട. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാനിവിടെ ഓഫാക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. ഒരുപാട് തിക്കായി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൂടൊന്ന് തണിയുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിതിപ്പം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കഴിക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ പായസമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും നന്നായിട്ട് തണുപ്പിച്ചെടുത്താലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം. ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ചേർക്കാം. അങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇത് പ്ലെയിൻ ആയിട്ട് മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളേതായ ഓരോരാളുടെ മനോധർമ്മം ഉണ്ടാവും. ഓരോരാൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അതിനനുസരിച്ചിട്ട് മാറ്റം വയ്ക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലിടുന്നത് കാണിക്കാം. നമ്മൾക്ക് ഇതിൽ ഓരോ ഫ്ലേവറായിട്ട് നമ്മൾ ഓരോ കളർ കൊടുത്തിട്ടില്ലേ, ചവ്വരി ഇതിലിട്ട് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ അടിവശത്തേക്ക് റെഡ് കളറായിട്ട് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിൽ നിന്ന് കാണുന്ന വിധത്തിൽ വേണം. ഇതുപോലെ കളർ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളർ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സൈഡെല്ലാം നന്നായിട്ട് ഒട്ടി നിൽക്കുന്ന വിധത്തിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊന്ന് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലെ ഭാഗത്ത് യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 ലെയർ പോലെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച ഈ ഒരു മിൽക്ക് ഷേക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാം. സൈഡിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം. സൈഡിലൊന്നും അങ്ങനെ മറിഞ്ഞു പോവാണ്ട്. ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് അടിവശമായിട്ട് കാണുന്നുണ്ടോ? 3 ലെയറും അതിൻ്റെ മേലെ ഇതുപോലെ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിയിലിട്ടത് കളറ് മേലെയും കൂടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതി. കുറച്ച് ഗ്രീൻ കളറ്, അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളറ്. നിങ്ങൾക്കിത് മേലെ എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് അതുപോലെ തന്നെ ചിയ സീഡ് എന്നാ വേണ്ടത് അതിട്ടിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതി. പക്ഷെ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടും അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇത് കുറച്ച് കട്ടിയിലാണ്. ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മിൽക്ക് ഷേക്ക് ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു തിക്കില്ലേ, ആ ഒരു കട്ടി അതുപോലെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഈ തണുപ്പ് സമയത്ത് നല്ല തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ വിശക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന വിധത്തിലാണ്. രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.